Hi viewers, Gopus kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ ഐറ്റം നമ്മുടെ ക്യാബേജ് അവിയലാണ് വെക്കുന്നത്. വളരെ സിമ്പിൾ. ഞാനിപ്പോൾ ഒരു കഷ്ണം ക്യാബേജ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ടൊമാറ്റോ എടുക്കുന്നുള്ളൂ. പുളിയല്ല, ടൊമാറ്റോ ആണ് നല്ലത്. ഒരുപാട് പുളിയാകരുതല്ലോ, അതുകൊണ്ട്. ഇത് 2 പച്ചമുളക്, നല്ല എരിവുണ്ട്, അതുകൊണ്ട് 2 എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 2 തള് കരിവേപ്പില, ജീരകം, പിന്നെ 1 കപ്പ് നാളികേരം, ഇതിനാവശ്യത്തിനായിട്ടുള്ള നാളികേരം. പിന്നെ കൂടാതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മൾ സമയാസമയങ്ങളിൽ ഇതിനകത്ത് ഇടും. ഇതൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടാനാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ക്യാബേജ് അവിയൽ വെരി ടേസ്റ്റിയാണ്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ അവിയലിൽ ഒരുപാട് കഷ്ണങ്ങൾ, പച്ചക്കറികൾ നമ്മൾ ചേർക്കണം. ഇതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ക്യാബേജും ഒരു ടൊമാറ്റോയും. ഇപ്പോൾ ആളുകളുടെ എണ്ണം അനുസരിച്ച് ക്യാബേജ് കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് ടൊമാറ്റോ ഇടുക, അത്രയേ ഉള്ളൂ. പുളിയല്ല ഇതിന് ടേസ്റ്റ്. അത് ചെറുതായിട്ട് 2 അരിഞ്ഞെടുക്കും. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് വേവും, ക്യാബേജൊക്കെ പെട്ടെന്ന് വേവും. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ക്യുക്കിലി ഉണ്ടാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ക്യാബേജ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതിനിപ്പോൾ നമ്മൾ സാധാരണ ഈ തോരനൊക്കെ അരിയുന്നത് പോലെ ഇങ്ങനെ വലുതായിട്ട് ഇടരുത്, അപ്പോൾ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിയണം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ചെറിയ കഷ്ണങ്ങളായിട്ട്, തോരനെ പോലെ അങ്ങ് ചെറുതാക്കണ്ട, എന്നാലും സ്വല്പം ചെറുതാക്കണം. ഇതാ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക, എന്നാലേ അതിനൊരു യോജിപ്പ് വരത്തുള്ളൂ. വലുതായിട്ട് കിടക്കുമ്പോഴേ ഒരു പുളിയൊന്നും പിടിക്കുകയല്ല ശരിക്കും. അപ്പം ഇങ്ങനെ അത് മൊത്തം അരിഞ്ഞങ്ങോട്ട് എടുക്കുക. ഞാൻ ക്യാബേജ് അരിഞ്ഞെടുത്തു. തോരൻ അരിയുന്ന പോലെ അത്രയും കുനുകുനാന്നല്ല, എന്നാലും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ 1 ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പുളി ചേർക്കൂല. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്വല്പം വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ അവിയൽ കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വേവിക്കുക. പെട്ടെന്ന് വേവും ക്യാബേജ് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ടൊമാറ്റോ ഇടാവൂ, കാരണം പുളി വന്നു കഴിഞ്ഞാൽ പിന്നെ വേവില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകുന്നു. ഇതുപോലെ കുറച്ച് മതി, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് വേവിക്കുക. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് വേവട്ടെ, അടച്ച് വെക്കാൻ പോവാണ്. ക്യാബേജ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആ നാളികേരം അരച്ചെടുക്കാം. എടുത്ത് വെച്ചിരുന്ന് 2 പച്ചമുളക് ഇടുന്നു. 2 പച്ചമുളക് മതി, കാരണം കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി. പിന്നെ നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് മുളക് കൂട്ടുക, നാളികേരം കൂട്ടുക, അതൊക്കെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഒരു കഷ്ടിച്ചൊരു ടീസ്പൂണ് ജീരകം കൂടെ ചേർത്ത് ചെറുതായിട്ട് വെള്ളം സ്വല്പം ചേർത്ത് ഒന്ന് കട്ടിയായിട്ട് അരച്ചെടുക്കുകയാണ്. ക്യാബേജ് പാകത്തിന് വേവായിട്ടുണ്ട്. നമ്മൾ ഈ ടൊമാറ്റോ അങ്ങോട്ട് ഇടുകയാണ്. ഒരുപാട് പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ കുറച്ചേ ചേർക്കാം. ഇതിപ്പം കറക്റ്റ് പുളിയാണ്, വലിയ പുളിയില്ല, എന്നാൽ തീരെ കുറവല്ല. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വേവിക്കുവാണ്. നല്ലപോലെ വേവട്ടെ, അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ വേവിക്കുക. അതിന് ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി. ക്യാബേജും ടൊമാറ്റോയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിനനുസരിച്ച്, ഈ കഷ്ണത്തിനനുസരിച്ചുള്ള ഉപ്പ് കൂടിയാൽ കുഴപ്പമില്ലേ, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. ശാരീരിക അസ്വസ്ഥതകൾ കാരണമാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാഞ്ഞത്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ശരിക്കും തൃപ്രയാർ ഏകാദശിയാണ്. വൃശ്യമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി. വൃശ്യമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഈ പ്രാവശ്യം തൃപ്രയാർ ഏകാദശി ഗുരുവായൂർ ഏകാദശി ചൊവ്വാഴ്ച തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ഏകാദശിക്കും സാധാരണ വ്രതം എടുക്കാറുണ്ട് ആളുകൾ, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്. തൃപ്രയാറപ്പൻ ശ്രീരാമനാണ്. നാലമ്പലം, തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ, അറിയാലോ, നാലമ്പലം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്.
അതിലെ ശ്രീരാമനാണ്. ഒരു പാട്ടുണ്ടല്ലോ, സിനിമാ പാട്ട്, തൃപ്രയാറപ്പ ശ്രീരാമ തവ തൃപ്പാദ പത്മത്തിൽ എൻ പ്രണാമം. ഞാനിതിനു മുമ്പ് ഇത് പാടിയിട്ടുണ്ട്. ഈ പാട്ട് നല്ലൊരു പാട്ടാണ്. ക്യാബേജും ടൊമാറ്റോയും വെന്തു, ഉപ്പിട്ടു. ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ചേർക്കുകയാണ്. അവിയലിന് അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം പുളിശ്ശേരിക്ക് അരയ്ക്കുന്ന പോലെ അങ്ങോട്ട് വളരെ സ്മൂത്തായിട്ടൊന്നും അരയ്ക്കേണ്ട കാര്യമില്ല. സ്വല്പം കട്ടിയായിട്ട് അരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വളരെ അങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട. അതല്ല അവിയലിൻ്റെ ഒരു കൂട്ടെന്ന് പറയുന്നത്. ഇത്തിരി ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ചൂടാക്കുന്നു, ഒന്നുകൂടെ വേവിക്കുന്നു. നന്നായിട്ടെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇളം തീയിലിട്ട് ചൂടാക്കുകയാണ്. നന്നായിട്ടൊന്ന് ചൂടാക്കണം, ഈ പച്ച ചൊവയൊന്ന് മാറണ്ടേ നാളികേരത്തിൽ. എന്നിട്ട് നല്ലതായിട്ട് ചൂടാക്കുന്നു. അപ്പോൾ ഇതിന് ചേർത്ത അരപ്പ് ജീരകം, നാളികേരം, പച്ചമുളക് മാത്രം അവിയലിന് ചേർക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 അതള് കരിവേപ്പിലയും കൂടി ഇടുക. കരിവേപ്പില ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അവിയലിന് ധാരാളം കരിവേപ്പില ഇടണം. അതുപോലെ തന്നെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പും പുളിയും എല്ലാം പാകമാണ്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നാളികേരവും എല്ലാം കൂട്ടി എടുക്കുക, പച്ചമുളകും ഒക്കെ. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഞാനിത് വാങ്ങാൻ പോകുന്നു. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുന്നു. അത് നമുക്ക് എന്നിട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് അവിയൽ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അതിൻ്റെ ആ ഒരു നിറം തന്നെ എന്ത് ഭംഗിയാണ്. നല്ല കളറ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണിത്. സാധാരണ അവിയലിനേക്കാളും ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വെരി ഈസി. 10 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ക്യാബേജൊക്കെ ആണെങ്കിൽ ഒരുപാട് വൈറ്റമിൻ സമ്പുഷ്ടമാണ്. എല്ലാം കൊണ്ട് നല്ലൊരു കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഒരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം.